കഴിഞ്ഞ ദിവസമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു 100ാം വാർഷിക സമ്മേളനത്തിൻ്റെ സമാപനത്തെക്കുറിച്ചുള്ള ഒരുപാട് പോസ്റ്റുകൾ എനിക്ക് കാണാൻ ഇടവന്നത്. ഒരു ജനസാഗരം തീർത്തൊരു മഹാസമ്മേളനം, അതിൻ്റെ കുറച്ച് തീമുകളും പ്രമേയങ്ങളൊക്കെ ഒന്ന് ഓട്ടപ്രദക്ഷിണം നടത്താൻ മാത്രം എനിക്ക് കഴിഞ്ഞു. വളരെ നല്ലൊരു കാഴ്ചപ്പാടാണ്. ഒരു മനുഷ്യരെയും വിമർശിക്കാതെ, ആരെയും വിമർശിക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു മഹത് സന്ദേശം ആ ഒരു സമ്മേളന മേഖലയിൽ മുഴുവനും ശ്രവിക്കുകയുണ്ടായി എന്നുള്ളതാണ്. എന്തിനുപരി വൃത്തിയുടെയും വെടിപ്പിൻ്റെയും കാര്യത്തിൽ പോലും നമ്മുടെ പ്രകൃതി സംരക്ഷണത്തിനുള്ള ലെസൺസ് പോലും ആ വേദികളിൽ നിന്ന് മാതൃകകൾ കാണിക്കപ്പെട്ടു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിന് തൊട്ട് മുമ്പ് മറ്റൊരു സമ്മേളനം നമ്മൾ കണ്ടതാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ളൊരു സമ്മേളനം. തീർച്ചയായും മനുഷ്യർക്കൊപ്പം നിൽക്കാൻ വേണ്ടി ഓരോ സംഘടനകളും വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിലൂടെ ഇങ്ങനെ മത്സരിച്ചു കൊണ്ടിരിക്കുമ്പം മനുഷ്യരാശി ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് നീങ്ങുന്ന നല്ല സൂചനകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ, യോജിച്ചു പോവാൻ, നന്മ ചെയ്യാൻ, കാരുണ്യം ചെയ്യാൻ കോമണായി എന്തുണ്ട് എന്ന് ചിന്തിക്കുന്നതിന് പകരം പലപ്പോഴും ഈ ഒരു കാലഘട്ടം വരെ നമ്മൾ ചിന്തിച്ചത് അവരെ ശത്രുവായി നിർത്താൻ, അവരെ വിദ്വേഷം പലർത്താൻ, അവരോട് കണ്ടു കഴിഞ്ഞാൽ ക്രൂരത കാണിക്കാൻ എന്തുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ ലെവലേഷൻ കണിക പോലും ഇല്ലാത്ത ഒരു മാനസികാവസ്ഥയിലൂടെയാണ് നമ്മുടെ സമൂഹം കടന്നു പോയത് എന്ന് വേണം ചിന്തിക്കാൻ. അതിന് മാറ്റങ്ങൾ വരുത്തുന്ന 2 മഹത് സമ്മേളനങ്ങളാണ് ഇന്ന് ലോകത്ത് കേരളത്തിൽ സംഭവിച്ചത്. അതാണ് വേണ്ടത്. ഒരു മനുഷ്യൻ്റെ ഈശ്വരഭക്തി എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ദൈവത്തിലുള്ള ഭക്തി എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്ന സംഘടനയുടെ ആളാണ്, ഇന്ന ആളാണ് എന്ന് അഹങ്കരിക്കുന്നതിലൊന്നുമല്ല. കൊച്ചു കൊച്ചു കാരുണ്യങ്ങൾ ചെയ്യുന്നതിലാണ്, കൊച്ചു കൊച്ചു കാരുണ്യ പ്രവർത്തികൾ. അതിലാണ് നമ്മളൊരു മനുഷ്യൻ്റെ ഭക്തി അളക്കേണ്ടത്. അതിലാണ് ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം അളക്കേണ്ടത്. അല്ലാതെ ഇന്ന രാഷ്ട്രീയ പാർട്ടി അങ്ങോട്ടടിച്ച് ഈ രാഷ്ട്രീയം ആ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തർക്കിച്ച് ഞങ്ങൾ അവരുടെ ആളാണെന്നൊന്നും പറയുന്നതിലൊന്നും നമ്മൾ ഒരു ആത്മീയത നമ്മൾ ദർശിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരുപാട് കഥകൾ നമുക്കറിയാം, വേദഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കഥകൾ നമുക്കറിയാം. ഒരു സ്ത്രീ, ഒരു സഹോദരി, അവൾ പ്രാർത്ഥനകൾ ചെയ്തിട്ടില്ല, ദൈവഭക്തി അവൾക്കില്ലായിരുന്നു, തെറ്റായ കാര്യങ്ങൾ മാത്രമാണ് അവൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ വിശന്ന ഒരു നായക്ക് അവൾ ഒരിത്തിരി ദാഹജലം കൊടുത്തപ്പം ആ കാരുണ്യത്തിന്, ആ കാണിച്ച കാരുണ്യത്തിന്, ദയക്ക് 1000 മനുഷ്യന്മാർ മുഴുവനും രാവിലെ മുഴുവൻ ഭജനമിരുന്നും പ്രാർത്ഥിച്ചും ഉണ്ടാക്കിയെടുത്ത ആ ഭക്തിയേക്കാളും ആഴമുണ്ടായിരുന്നു, അതിന് മൂല്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ സ്ത്രീ സ്വർഗത്തിലാണ്. അതിന് അതേസമയം ഈ പലതിൻ്റെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കലഹിച്ച് ശത്രുത കാണിച്ചു പോകുന്ന മനുഷ്യരുടെ ഭാവി എന്തായിരിക്കും? അവരൊരു പക്ഷേ 24 മണിക്കൂറും പ്രാർത്ഥനകളിലും അഗാധമായ അറിവ് പങ്കുവെക്കലൊക്കെ ആയിരിക്കാം. പക്ഷേ എൻഡ് റിസൾട്ട് ചിലപ്പോൾ ആ സ്ത്രീക്ക് കിട്ടിയതായിക്കൊള്ളണമെന്നില്ല. തീർച്ചയായും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ദയയുടെയും ഐക്യത്തിൻ്റെയും സന്ദേശങ്ങൾ മുഴുകുന്ന ഇത്തരം സമ്മേളനങ്ങൾ അത് മാതൃകകളായി നമ്മൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ടതാണ്. കാരണം മനുഷ്യൻ ഈ ഭൂമിയിലുള്ളത് വളരെ നൈമിഷികമായൊരു കാലഘട്ടത്തിലാണ്, വളരെ നൈമിഷികം. കഴിഞ്ഞ ദിവസവും ഞാൻ എൻ്റെ അടുത്ത് വന്ന കുറേ പേഷ്യൻസിൻ്റെ അടുത്ത് നിന്ന് ദുഃഖകരമായ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ പറ്റി. ഒരുപക്ഷെ ഞാൻ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ഒന്നും വല്ലാതെ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട്, പത്രങ്ങളും വായിക്കാറില്ലാത്തത് കൊണ്ടും, ന്യൂസുകളിലൊന്നും വല്ലാതെ ഫോക്കസ് ചെയ്യാത്തത് കൊണ്ടും പല കാര്യങ്ങളും അറിയാൻ കുറച്ച് വൈകിപ്പോകും. കഴിഞ്ഞ ദിവസമാണ് അറിയാൻ പറ്റിയത്, നമ്മുടെ ഒരച്ഛനമ്മമാരെ പോലെ നമ്മുടെ രക്ഷിതാക്കളെ പോലെ നമ്മൾ കരുതുന്ന 3ഓളം മരണ വാർത്തകളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ കേൾക്കാൻ പറ്റിയത്. എത്ര പെട്ടെന്നാണ് അത് കഴിഞ്ഞു പോകുന്നത്. അതിനിടയിൽ നമുക്ക് പരസ്പരം തർക്കിക്കാൻ എന്തുണ്ട്, അല്ലെങ്കിൽ പരസ്പരം കലഹിക്കാൻ എന്തുണ്ട് എന്നല്ല നമ്മൾ നോക്കേണ്ടത്. നമുക്ക് പരസ്പരം യോജിച്ചു പോകാൻ എന്തുണ്ട്, ഈ സ്നേഹം പങ്കുവെക്കാൻ എന്തുണ്ട്, ദയ പങ്കുവെക്കാൻ എന്തുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ആരും തർക്കിക്കേണ്ട ഒരു കാര്യവുമില്ല. ദൈവം ഈ നിമിഷത്തെ യാഥാർത്ഥ്യമാണെങ്കിൽ, ഈ നിമിഷം നമ്മുടെ ജീവനേക്കാളും അടുത്തുള്ള ഒന്നാണ് ദൈവമെങ്കിൽ, നമ്മൾ കാണുന്ന ആത്മീയ ആചാര്യന്മാരെക്കാളും
നമ്മൾ കാണുന്ന മതവിശ്വാസങ്ങളെക്കാളും അടുത്ത് ദൈവമെന്നൊന്നുണ്ടെങ്കിൽ, ബഹിരാകാശത്ത് പോയ ഏതോ ഒരു സഹോദരിയുടെ റിപ്പോർട്ട് കാണുകയുണ്ടായി. ഒരു പക്ഷേ അവരവിടെ നിന്നാണ് ഏറ്റവും വലിയ ആത്മീയത അനുഭവിക്കുന്നത്. ബഹിരാകാശം വലിയ ദൂരമൊന്നുമല്ല, ഈ അടുത്താണ്. അവിടെ നിന്ന് നോക്കിയിട്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് ഒരു എയ്റോപ്ലെയിൻ വ്യൂയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പന്തുമക്കളൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കേവലം ചില എന്താ പറയുക സൂക്ഷ്മ ജീവികളെ പോലെ തോന്നുള്ളൂ. മനസ്സിലായില്ലേ? നമ്മളുടെ ഭക്തി എന്ന് പറയുന്നത് അത് ചില രാഷ്ട്രീയ കാര്യങ്ങൾ നേടിയെടുക്കാനോ സാമ്പത്തിക കാര്യങ്ങൾ നേടിയെടുക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും അഹങ്കരിക്കാനോ തർക്കിക്കാനോ വേണ്ടി ആവരുത്. യഥാർത്ഥ ഈശ്വര ഭക്തിയുള്ള ഒരാൾക്ക് അത് അസാധ്യമാണ്. ദൈവിക ഭക്തിയുള്ള ഒരു മനുഷ്യൻ, അവൻ്റെ വാക്കുകളിൽ നിന്ന് വരുന്നത് കാരുണ്യമായിരിക്കും, അവൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വരുന്നത് നീതിയായിരിക്കും. ഒരു കാരണവശാലും നമ്മൾ ഒരാൾ പിടിച്ച കൊടിയുടെയോ ഒരാൾ പിടിക്കുന്ന മുദ്രാവാക്യത്തിൻ്റെയോ പേരിൽ നിങ്ങൾ അവരെ ദൈവഭക്തിയുള്ളവരാണെന്ന് വിചാരിക്കാൻ പാടില്ല. ദീപക് എന്ന് പറയുന്നൊരു സഹോദരൻ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു പ്രായം കൂടിയ സ്വന്തം അച്ഛൻ്റെ പ്രായത്തിലുള്ള ഒരാൾക്ക് വേണ്ടി മതത്തിൻ്റെ വിഭ്രാന്തി കൊണ്ട് ആക്രമിക്കാൻ വന്ന സമയത്ത് തടഞ്ഞു നിർത്തുമ്പം ആ ദീപക്കിൽ നിന്നുണ്ടായ ഒരു കാരുണ്യം ഉണ്ടല്ലോ, അതൊരു ഭക്തിയുടെ അടയാളമാണ്. ഒരുപാട് സന്യാസിമാർ അവന് പിന്തുണയുമായി വന്നു. എന്തുകൊണ്ടാണ്? ഈ സന്യാസിമാർ അവരിലെ ഭക്തിയാണ് കാണുന്നത്. ആ ഒരു മനുഷ്യനോട് കരുണ കാണിച്ച ആ ഒരു ഭക്തിയെയാണ് അവർ ദർശിച്ചത്. ഇവിടെയാണ് നമ്മൾ ഭക്തി കാണേണ്ടത്. മനസ്സിലായില്ലേ? എനിക്ക് അധികാരമുണ്ട്, പവറുണ്ട്, എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്ന് പറയുന്നിടത്തൊന്നും നമ്മൾ ഭക്തി കാണരുത്. ഭക്തി കാണേണ്ടത് മനുഷ്യൻ്റെ കൊച്ചു കൊച്ചു നന്മ നിറഞ്ഞ പ്രവർത്തികളിൽ മാത്രമാണ്. എന്തായാലും ഈ സമസ്തയുടെ ഈ സമ്മേളനം എനിക്ക് ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സമ്മേളനത്തെക്കുറിച്ചൊന്നും അധികം നോക്കിയ ഒരാളൊന്നുമല്ല. ഒന്നിനെക്കുറിച്ച് ഞാൻ അധികം നോക്കാറില്ല. കാരണം നമുക്ക് തിരക്ക് പിടിച്ച ബിസി ക്ലിനിക്കൽ പ്രാക്ടീസ് ആയിരിക്കും, അതിനിടെ കൂടെ ഇങ്ങനത്തെ വീഡിയോ കണ്ടൻറ്റ് ക്രിയേഷൻ ഇതൊക്കെ കൂടി ആകുമ്പോഴേക്ക് എനിക്കിതിനൊന്നും നമ്മളുടെ ഒരു ടൈം ഡെഡിക്കേറ്റ് ചെയ്ത് പോകാൻ ആനുകാലിക വിഷയങ്ങളിലൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് കുറച്ച് വൈകിയാണ് അതായത്, പക്ഷേ ഞാൻ കുറച്ച് വൈകിപ്പോയി എന്ന് തോന്നുന്നു. ഈ സമാപനം കറിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതുപോലൊരു സമ്മേളനം കഴിഞ്ഞു എന്നുള്ളത്. ഞാൻ വിചാരിച്ചെന്നോ തുടങ്ങാൻ പോകുന്ന സമ്മേളനം എന്ന് വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ ഒരു മെസ്സേജൊക്കെ ഞാൻ മുമ്പേ കൊടുക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോകലുകളുണ്ടായി. കാരണം നന്മ പകർത്താനും നന്മ പങ്കുവെക്കാനും ഓരോരുത്തരും കാണിക്കുന്ന കാര്യങ്ങളെ നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. മനുഷ്യരിൽ നന്മ വളരുമ്പോഴാണ് അവന് ഭക്തി ഉണ്ടാവുന്നത്, കാരുണ്യം ഉണ്ടാവുന്നത്. ആ ഒരവസ്ഥയിലേക്ക് എത്തണം. ഏതായാലും ഈ സമ്മേളനത്തിൻ്റെ ഏതാനും ക്ലിപ്പുകളും വോയിസുകളും തന്നെ എനിക്ക് വളരെ എനർജി നൽകുന്നതും വളരെ സന്തോഷം നൽകുന്നതായിരുന്നു എന്നുള്ളത് വളരെ. ഇതുപോലുള്ള സമ്മേളനങ്ങൾ എല്ലാവരും, എല്ലാ സംഘടനകളും, എല്ലാ മതങ്ങളും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നന്മ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രസ്താവന നടത്തട്ടെ. കാരണം നമ്മളൊരാളോട് ശത്രു കാണിച്ചു കൊടുത്ത് ഇതാണ് നിൻ്റെ ശത്രു എന്ന് പറയുമ്പം ഇത് റിസീവ് ചെയ്യുന്ന മനുഷ്യൻ്റെ ആയുസ് 10ഓളം വർഷം കുറയുകയാണ്. നിങ്ങളൊരു ശത്രു ഫോക്കസ്ഡായിട്ട് ജീവിക്കുമ്പം നിങ്ങളുടെ നമ്മളൊരാളെ ശത്രുവായി കാണുമ്പോൾ അവർക്കല്ല പ്രശ്നം, നമുക്കാണ്. മറ്റൊരാളെ ശത്രുവായി കാണാനുള്ള നമ്മുടെ മനസ്സ് അത് വല്ല ഹോർമോൺ റിയാക്ഷൻസ് ആയിട്ട്, അത് സ്ട്രെസ്സായിട്ട്, കോർട്ടിസോൾ ഉൽപ്പാദനമായിട്ട്, നല്ല ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ കുറയുന്നതായിട്ട് അവസാനം നമ്മളുടെ ആരോഗ്യം ഇല്ലാതായി പോകുന്ന അവസ്ഥ ഉണ്ടാവുക. അതുണ്ടാവാൻ പാടില്ല. എന്തായാലും ഒരിക്കൽ കൂടി ഈ ഒരു സമ്മേളനം നടത്തിയ എല്ലാവർക്കും നന്ദി പറയാണ്. തീർച്ചയായിട്ടും ആ സന്ദേശം മുമ്പോട്ട് വെച്ച ഈ നന്മയുടെ പാഠങ്ങൾ അത് പകർത്താൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്.